ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങളുടെ എക്സ് ബോയ് ഫ്രണ്ടിൻ്റെയോ എക്സ് ഗേൾ ഫ്രണ്ടിൻ്റെയോ കുറേ ഫോട്ടോസ് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം നിങ്ങൾക്ക് ഒരുമിച്ച് അൺലൈക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റുമോ? പറ്റും. ഒരു വഴിയുണ്ട്. നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് പോവുക, 3 വരെ ഏറ്റവും മേളിൽ റൈറ്റ് സൈഡിലായിട്ട് കാണാൻ പറ്റും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മൈ ആക്ടിവിറ്റിയിലേക്ക് പോവുക. എന്നിട്ട് അവിടെ ലൈക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ ഓതേഴ്സ് എന്ന് പറഞ്ഞൊരു ഭാഗം കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ എക്സ് ബോയ് ഫ്രണ്ടിൻ്റെയോ ഗേൾ ഫ്രണ്ടിൻ്റെയോ പേരെന്താണെന്ന് വെച്ചാൽ സെർച്ച് ചെയ്യുക, അവരുടെ പ്രൊഫൈൽ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഫോട്ടോസും അവിടെ വരും. അതെല്ലാം കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്യുക, അൺലൈക്ക് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പേടിയാണ്, നമ്മൾ പബ്ലിക്കായിട്ട് ഒരു പോസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് നാട്ടുകാർ അറിയോ, ആളുകൾ കണ്ണുവിടോ, ഇങ്ങനെയുള്ള പല ടെൻഷൻസും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ക്ലോസ് ഫ്രണ്ട്സിന് മാത്രമായിട്ട് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് ഓഡിയൻസ് സെലക്ട് ചെയ്യാൻ പറ്റും. ഈ ഓഡിയൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ട് ആഡ് ചെയ്തിട്ടുള്ള കുറേ ആളുകളില്ലേ, അവരായിരിക്കും. ആ ഒരു ഓഡിയൻസ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ളവർക്ക് മാത്രമേ ഈ പോസ്റ്റ് കാണാൻ പറ്റുള്ളൂ. വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇൻസ്റ്റാഗ്രാമിൽ റീലും പോസ്റ്റൊക്കെ നമ്മളിങ്ങനെ തോണ്ടിയിരിക്കാറുണ്ട്. അതിനകത്ത് ഏറ്റവും ഫണ്ണി പാട്ട് എന്താണെന്ന് വെച്ചാൽ ചില റീലിൻ്റെയൊക്കെ കമൻറ്റ് കാണണം, വൻ കോമഡിയാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു റീലിനോ പോസ്റ്റിനോ ഒരു കമൻറ്റ് ഇട്ടതിന് ശേഷം ആ കമൻറ്റ് ഉൾപ്പെടെ നിങ്ങൾക്ക് സ്റ്റോറി ആക്കാൻ പറ്റും. നിങ്ങൾ ഏതെങ്കിലും ഒരു റീലിന് ഒരു കമൻറ്റ് ഇടുക, ആ കമൻറ്റ് ഇട്ടതിന് ശേഷം ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റോറി ആക്കാൻ പറ്റും വിത്ത് യുവർ കമൻറ്റ്. നിങ്ങൾ ആ റീലിനകത്തിട്ടുള്ള കമൻറ്റും ആ റീലും കൂടി നിങ്ങൾക്ക് സ്റ്റോറി ആക്കാം. അപ്പോൾ നാട്ടുകാരുടെ മുന്നിലൊക്കെ ഷോ ഓഫ് ചെയ്യാൻ ഇങ്ങനെയാണ് കമൻറ്റ് ചെയ്തത് അതിനകത്ത്. അപ്പോൾ അവർക്കും കയറി നോക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റോറി ഇടുന്ന സമയത്ത് സ്റ്റിക്കേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫോട്ടോ എന്ന് ഏതെങ്കിലും ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക, എന്നിട്ട് നിങ്ങൾ സ്റ്റോറി ഇടുന്ന സമയത്ത് നിങ്ങളുടെ ജിഫൊക്കെ ആഡ് ചെയ്യാനായിട്ട് ഒരു ഭാഗമില്ലേ, ഒരു ബട്ടൺ ഉണ്ടല്ലോ, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെയായിട്ട് നിങ്ങൾക്ക് കട്ടൗട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. എല്ലാവർക്കും ഈ സാധനമില്ല, ചിലർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. കിട്ടിയിട്ടുള്ളവരൊന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണേ. ഈ കട്ടൗട്ട് എടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിൻ്റെ അകത്ത് നിന്ന് ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാഗ്രാം തന്നെ ഏതെങ്കിലും ഒരു മേജർ ആയിട്ടുള്ള ഒബ്ജക്റ്റ് കട്ട് ചെയ്തെടുക്കും. അതല്ല നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തും കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഈ സാധനത്തിന് നിങ്ങൾക്ക് എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെച്ച് ക്രിയേറ്റീവായിട്ട് പലതും ചെയ്യാം. പിന്നെ നല്ല പ്രോപ്പറായിട്ടുള്ള ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ വൃത്തിക്ക് കട്ടായി വരുള്ളൂ, ഇല്ലെങ്കിൽ എഡ്ജൊക്കെ ഒരുമാതിരി കാക്രൂക്കറൊക്കെ ഇരിക്കും. ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം ഇപ്പോൾ കറൻറ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ ഉള്ളതാണ്. ഇനി വരാൻ പോകുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ടെക്സ്റ്റ് ടു സ്പീച്ച്. ചില ടെക്സ്റ്റുകൾ നമുക്ക് സ്പീച്ച് ആയിട്ട് കേൾക്കാൻ പറ്റും. ടെക്സ്റ്റിൽ നമുക്ക് കുറച്ചുകൂടി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പുതിയ സ്റ്റൈലുകളൊക്കെ വരുന്നുണ്ട് നമുക്ക് സ്റ്റോറി ഇടാനായിട്ട്. അതുപോലെ തന്നെ ഔട്ട്ലൈനും കാര്യങ്ങളും അങ്ങനെയുള്ള കുറച്ച് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്റ്റോറി ഇടപ്പോൾ എനിക്ക് ഏറ്റവും അടുപ്പായിട്ട് വരുന്നത് ഇൻസ്റ്റാഗ്രാമിൻ്റെ കഴിഞ്ഞ 5 വർഷമായിട്ടുള്ള ബോറിംഗ് ആയിട്ടുള്ള ടെക്സ്റ്റൈൽസ് ആണ്. കുറച്ചുകൂടി നല്ല ടെക്സ്റ്റൈൽസും ഫോൺ സ്റ്റൈലൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആവുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്തൊരു ടെക്നോളജി വീഡിയോ, അടുത്തൊരു ആപ്പ് സീരീസ്, ഗെയിം സീരീസ്, ഗാഡ്ജറ്റൊക്കെ ആയിട്ട് കാണാതെ. ബൈ.